ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളതെന്ന് പറഞ്ഞാൽ ശാന്തിഗിരി ആശ്രമത്തിലാണ്, പോത്തങ്കോട് ശാന്തിഗിരി ആശ്രമത്തിൽ. അപ്പോൾ ഇവിടെ വീണ്ടും ഫെസ്റ്റ് തുടങ്ങിയൊക്കെയാണ്. കുറച്ച് മുമ്പ് ശാന്തിഗിരി ഫെസ്റ്റ് ഉണ്ടായിരുന്നു, അതിപ്പോൾ കഴിഞ്ഞു. ഇപ്പോൾ അവരത് കഴിഞ്ഞിട്ട് ഡിസംബർ 20-ാം തീയതി തൊട്ട് പുതിയൊരു ഫെസ്റ്റ് ഇവിടെ തുടങ്ങിയൊക്കെയാണ്, ഫ്ലവർ ഷോ. കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ലവർ ഷോ ആണ് ഇവിടെ നടക്കുന്നതെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. പിന്നെ ഇവിടെ ഫ്ലവർ ഷോ മാത്രമല്ല, വേറെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ലൈറ്റും പിന്നെ ഫുഡ് കോർട്ടുകളും പിന്നെ ലൈറ്റ് ഹൗസൊക്കെ പോലത്തെ ഒരു സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചായിട്ട് നമ്മളങ്ങോട്ട് പോകുമ്പോൾ അതൊക്കെ കാണിച്ചു തരാം. ഇവിടെ കയറണമെങ്കിൽ നമ്മൾ 100 അടുത്ത് പാസ് എടുക്കേണ്ടി വരും. ഇതാണ് പാസ്. പിന്നെ പാസിൻ്റെ കൂടെ തന്നെ ഒരു ലക്കി ഡ്രോ കൂപ്പൺ ഉണ്ട്, അതോടെ നമുക്ക് വേണമെങ്കിൽ ഫില്ല് ചെയ്ത് അവിടെ ഇടാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളങ്ങനെ ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ എൻട്രൻസിൽ ഫസ്റ്റ് കാണുന്ന സംഭവങ്ങൾ ഇതൊക്കെയാണ്. നമ്മുടെ വീട്ടിൽ കോമൺ ആയിട്ട് നമ്മൾ നടുന്ന ടൈപ്സ് ഫ്ലവേഴ്സ് ആണ്. ഇത് ജമന്തി. ഈ ഏരിയയിൽ ഫുൾ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ജമന്തികൾ മാത്രമാണ്. ഫുൾ പല വെറൈറ്റീസ് ഓഫ് ജമന്തികൾ. പിന്നെ അതുപോലെ ചുറ്റിനും കുറച്ച് 10 മണി നട്ടിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. ഗൈസ്, ഞാൻ നിങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചു തരാം. നമ്മൾ ഉദയനാട് താര സിനിമയിലെ ഒരു പാട്ട് സീനിൽ കാണിക്കുമ്പോഴത്തെ ഒരു ആന ഉണ്ടല്ലോ, നമ്മളെ രാമോജി ഫിലിം സ്റ്റുഡിയോയിലൊക്കെ നിൽക്കുന്ന പോലത്തെ ഒരു ആന, അതിവിടെ ഉണ്ട്. ഇത് ഒറിജിനൽ അല്ല ഗൈസിൻ്റെ, ഇത് ആർട്ടിഫിഷ്യലാണ് ഈ ഗ്രാസ്. 2 ആന ഉണ്ട് മൊത്തത്തിൽ. നമ്മൾ ഫ്രണ്ടിക്കണേക്കാളും കുറച്ചുകൂടെ വലുതാണ് ഈ ആന. എടുത്തോ ഗൈസ്, അങ്ങനെ കുറെ നാളുണ്ട് ആഗ്രഹമായിരുന്നു ഒരു കൊമ്പൻ ആനയുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണമെന്ന്. അതിന്ന് സാധിച്ചു ഗൈസ്. നമ്മൾ ഇനി കയറാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേരാണ് നക്ഷത്രവനം. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് മരങ്ങൾ ഇവർ വെച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ അതെല്ലാം ഓരോ നക്ഷത്രങ്ങൾ ബേസ്ഡ് ആയിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് ഇവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്, പൂരം, ചമത പ്ലാഷ്. ഇവിടെ അതുപോലെ തന്നെ കുറേ പേര് വെച്ചിട്ടുള്ളതുണ്ട്. രേവതി, ഉത്രാടതി. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാളെ ഏതാണോ അതനുസരിച്ചിട്ടുള്ള മരം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നാളെ ഏതാണ്? നിന്റെ നാൾ ഉത്രാടം, എൻ്റെ നാള് ചോതി. അത് എവിടെയാണോ നോക്കാം. അങ്ങനെ ഉത്രാടം കണ്ടുപിടിച്ചിരിക്കുന്നു. പ്ലാവ്. എടാ, നിൻ്റെതാണ് പ്ലാവ്. കറക്റ്റ്. അങ്ങനെ എൻ്റെ മരുന്ന് എൻ്റെ മരം കിട്ടിയിട്ടുണ്ട്. എൻ്റെത് ഗൈസ് ചോതി നീർമരുത്. ഇച്ചിരി ഉണങ്ങി ശോഭിച്ച് നിൽക്കുകയാണെങ്കിലും സാധനം പൊളിയാണെന്നാണ് ഇവിടുത്തെ ചേച്ചി പറഞ്ഞത്. പക്ഷെ പശുക്കളെ കാണിച്ചു തരാം. ഇവിടെ കുറച്ച് നാടൻ പശുക്കളെ ഇവർ നിർത്തിയിട്ടുണ്ട്. വെച്ചൂർ പശു, പിന്നെ കാസർഗോഡ് കുള്ളൻ, ഗിർ പശു, കൃഷ്ണ പശു, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഓരോരോ വെറൈറ്റിയുടെ പേരുകൾ. ഗൈസ്, ഇതാണ് കൃഷ്ണവാലി അല്ലെങ്കിൽ കൃഷ്ണ പശു എന്ന് പറയുന്ന സംഭവം. ഇതിൻ്റെ മുതുകത്തുണ്ട് ഒരു ഹമ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ട്. അതാണ് ഈ വെറൈറ്റിയുടെ പേര്, കൃഷ്ണ വാലി. അപ്പോൾ അങ്ങനെ പശുക്കളെ കണ്ടിറങ്ങിയതിന് ശേഷം വീണ്ടും ഫ്ലവർ ഷോ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വീണ്ടും അതേപോലെ ഫുള്ളായിട്ട് ഇവിടെ റൗണ്ട് ചെയ്തിട്ട് കൂടുതലായിട്ടും ജമന്തി തന്നെയാണ്. ജമന്തിയും പിന്നെ 10 മണി പൂ എന്ന് പറയുന്ന ആ ഒരു സംഭവമൊക്കെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഫുള്ള് അലങ്കരിച്ചിട്ടുണ്ട്. കുറച്ച് എക്സിബിഷൻ സെൻ്ററുകളാണ്. റോബോട്ട് സംസാരിക്കാമോ? സംസാരിക്കുമ്പോൾ അതാണോ? നമ്മൾക്ക് എന്താണ് ചോദിക്കാമോ? എങ്ങനെ മൈക്കെടുത്ത് ചോദിക്കണോ? അങ്ങനെയാണല്ലേ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓക്കെ, വളരെ സന്തോഷം. താങ്ക് യു. ചെറുതായിട്ട് നടക്കിത്തരാം. കൊള്ളാല്ല. നമ്മളെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുട്ടേട്ടൻ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ശ്രീകണ്ഠൻ നായർ ചേട്ടൻ്റെ സൗണ്ടിൽ സംസാരിക്കുന്നു. നമ്മൾ കയ്യനക്കാൻ പറഞ്ഞപ്പോൾ കയ്യനക്കി. നമ്മൾ സംസാരിച്ചു സുഖമാണെന്നൊക്കെ ചോദിച്ചപ്പം അല്ലടാ ന്യൂ ഇയറിനെ പറ്റിയൊക്കെ സംസാരിച്ചു. കൊള്ളായിരുന്നു. ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഇഷ്ടപ്പെട്ട ഐറ്റം പക്ഷികളുടെ സ്വർഗ്ഗലോകം എന്ന് പറഞ്ഞിട്ട് കുറച്ച് പക്ഷികളെ കിട്ടിയിട്ടുണ്ട്. നമുക്കിവിടെ ഫോട്ടോ ഒക്കെ എടുക്കുക കൂടെ നിന്ന്. ഇത് ഒട്ടക പക്ഷിയല്ല, ഇതാണ് യമു. യമു അതാണ്ട് അടുത്ത് പറഞ്ഞു. ഇവിടെ അതുപോലെ ഒരു കുതിര നിൽപ്പുണ്ട്. ഒരു കുതിരയേ ഉള്ളൂ. കുതിര ഹായ്. മാറിപ്പറക്കുന്ന പക്ഷികളുടെ കൂട്ടുകാരാ. കയറി നോക്കാം. അങ്ങനെ ഇവിടെ കയറിയിരിക്കുന്നത് ഇത് സൂപ്പറാണ്. അതായത് ഇവിടെ പക്ഷികളെയൊക്കെ തുറന്നു വിട്ടിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അതാ നിങ്ങൾക്ക് കാണാമല്ലോ. കണ്ട പക്ഷികളൊക്കെ ഓപ്പണായിട്ട് തുറന്നു വിട്ടിട്ടുണ്ട്. നമ്മളടുത്തൊക്കെ വന്നിരിക്കും. നമ്മളന്ന് മറൈൻ വേൾഡിൽ പോയതിനേക്കാളും കൊള്ളല്ലേ ഇത്. 100 രൂപയ്ക്ക് പോകുന്നില്ല. അവിടെയും ഇതുപോലെ ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രയൊന്നും ഇല്ലായിരുന്നു. ഇവിടെ അത്യാവശ്യം കൂടുതലായിട്ട് ഇവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ഇതേപോലെ പാമ്പിൻ്റെ കൂടെയൊക്കെ സെൽഫി ഒക്കെ എടുക്കാം. പാമ്പ് അതുപോലെ അതാ ഇവിടെ മക്കാവും ഉണ്ട്. ചേട്ടാ ഇതെങ്ങനെ? എത്ര രൂപ? ഫ്രീ ആണോ? എത്ര രൂപ ഫോട്ടോ എടുക്കാൻ? 100 രൂപ.
100 രൂപ എല്ലാത്തിൻ്റെ കൂടെ എടുക്കാം. ഓക്കെ, ഇല്ല ചോദിച്ചാ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ആനിമൽസിന്റെ കൂടെ ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പ് 100 രൂപ എടുക്കണം. പക്ഷേ അതിപ്പോൾ എല്ലായിടത്തും 100 രൂപ എന്നടാ, എല്ലായിടത്തും 100 രൂപ തന്നെ. പക്ഷെ അത്യാവശ്യം വലിയ പെരുമ്പാമ്പക്ക പൈത്തൺ ഇവരുടെ കയ്യിലുണ്ട്. അതേപോലെ മക്കാവ്, പിന്നെ ഒരു ഇഗ്വാന, ഇത്രയാണ് ഉണ്ടായിരുന്ന. പിന്നെ പണ്ടേ ഈ പാമ്പ് അതൊക്കെ പാഡ് ചെയ്യാണ്ട് ഞാൻ പിന്നെ എടുക്കാൻ പോയില്ല. വൈൽഡ് ആനിമൽസ് എല്ലാം ഉണ്ട്. അതായത് ഒറിജിനൽ എല്ലാം എൻ്റെയൊക്കെ ഒരു പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. ഈ വൈൽഡ് ആനിമൽസിൻ്റെ ഇതൊക്കെ ആക്ച്വലി നേരത്തെ ഉണ്ടായിരുന്നു. നേരത്തെ ശാന്തിഗിരി ഫെസ്റ്റ് നടന്നപ്പോഴുണ്ടായിരുന്നു. അതായത് ഫ്ലവർ ഷോയും പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ ശാന്തിഗിരി ഫെസ്റ്റിനുണ്ടായിരുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതുപോലെ ഇവരൊരു വെള്ളച്ചാട്ടം സെറ്റ് ചെയ്തിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടം. അത് കാണാൻ ഭയങ്കര രസമുണ്ട് ആക്ച്വലി. അതായത് നമ്മൾ ക്യാമറ കാണും പോലെയൊന്നുമല്ല, അടിപൊളിയാണ്. രാത്രിയൊക്കെ വന്നു കഴിഞ്ഞാൽ അതാ ഇവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, അതുകൂടെ കാണാൻ പറ്റും. വീഡിയോ ക്യാപ്ചർ ചെയ്യാനും ഫോട്ടോസ് എടുക്കാനൊക്കെ നമ്മളെപ്പോഴും ഒരു 5 മണിക്കൊക്കെ പറഞ്ഞിരിക്കും നല്ലത്. കാരണമെങ്കിൽ മാത്രമേ നമുക്ക് ഫോണിലും ക്യാമറയിലൊക്കെ എടുക്കുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ആണുള്ളൂ. ഗൈസ്, എൻ്റെ ബാക്കിൽ നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലൈറ്റ് ഹൗസ്. പക്ഷേ ഇതിലകത്ത് കയറാനൊന്നും പറ്റില്ല, ജസ്റ്റ് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. പക്ഷേ കൊള്ളാം, ഇതിലങ്ങ് കയറി അങ്ങ് മണ്ടേ പോകാൻ പറ്റുമെന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇവിടെ നോക്കണം, ആക്ച്വലി ഇതൊരു ഒറിജിനൽ വാട്ടർഫാളിൻ്റെ അത്ര ഇല്ലെങ്കിലും ഏകദേശം അതുപോലെയൊക്കെ തന്നെ. ഗൈസ്, നമ്മളങ്ങനെ അത്തർ വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ നല്ല മണമുണ്ട്. 200 രൂപ അല്ലേടാ? 200 രൂപ. കൊള്ളാം, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട്. ബ്ലൂ ഓഷ്യൻ അങ്ങനെ എന്തോ അല്ലേ ഇതിന്റെ പേര്? എന്തോ ബ്ലൂ എന്തോ സംഭവമാണ്, അതാണ് ഇതിന്റെ ഫ്ലേവറിന്റെ പേര്. ടെസ്റ്റ് ചെയ്തിട്ട് കൊള്ളാം എന്തായാലും. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ എല്ലാ തരം മേളകളിലും കാണുന്ന ടൈപ്സ് ഉള്ള സ്റ്റാളും കാര്യങ്ങളൊക്കെയാണ്. വേറൊന്നും പ്രത്യേകിച്ച് ഇവിടെ കാണാനില്ല. ഇതിൻ്റെ അകത്ത് നമ്മൾ മറൈൻ വേൾഡിൽ കണ്ടോല റോബോട്ടിക്കിന്റെ ഷോസ് ആണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് കയറണമെങ്കിൽ ഒരാൾക്ക് 30 രൂപ ടിക്കറ്റ് എടുക്കണം. നമ്മളെന്തായാലും കയറുന്നില്ല. നമ്മൾ അവിടെ കണ്ട പോലത്തെ ഐറ്റം തന്നെയാണ് ഇവിടെ ഉള്ളത്. സ്നോ വേൾഡ് ഉണ്ട്, നമ്മൾ മഞ്ഞിൻ്റെ നിൽക്കുന്ന ആ ഒരു സെറ്റപ്പിൽ. പക്ഷെ അവിടെ കയറണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പാസ് എടുക്കണം. 50 രൂപ ഇവിടെ ടിക്കറ്റ്. നടന്നൊക്കെ ക്ഷീണിച്ചുകൊണ്ട് ഒരു റോസ് മിൽക്ക് മേടിച്ചിട്ടുണ്ട്. ഇതേത് ഫ്ലേവർ നീ മേടിച്ചോ? പിസ്താ ഷേക്കാ. കൊള്ളാമോ? കൊള്ളാം. ഫ്രണ്ട്സ്, ഇതാണ് പാർക്കിൻ്റെയൊക്കെ സെക്ഷൻ. ഇവിടെ ഒരുപാട് റൈഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഇത്തവണ ഇവർ ഒരുക്കിയിരിക്കുന്ന ഫുഡ് കോർട്ട് സെക്ഷൻ. ഓരോരോ ടൈപ്പായിട്ടാണ്. അതായത് ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, സൗത്ത്, അങ്ങനെയുള്ള എല്ലാം വെജ് നോൺ വെജിൻ്റെ ഓപ്ഷൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ബിരിയാണി, ചായ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നമ്മളിങ്ങനെ ഒരു ഗുഹയിലോട്ട് കയറിയിരിക്കുകയാണ്. ആയുർവേദ ഗുഹ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് ചന്ദനം അങ്ങനത്തെ കുറച്ച് തടികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഔഷധ മരുന്നുകളും സസ്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള കിഴി, പിന്നെ കുറച്ച് വൈദ്യന്മാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. സ്റ്റീം ബാത്ത് അല്ലേ, സ്റ്റീം ബാത്തിൻ്റെ സംഭവങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ കടന്നിട്ട് പിഴിച്ചിൽ അതിനുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട്. ഇതിലൊക്കെ തുടർന്ന് പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് വന്ന ഇവിടെ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാം. ഇപ്പോൾ തന്നെ എന്തൊരു മണമില്ലേ! അതിനകത്ത് കയറിയപ്പോൾ തന്നെ ഒരുപാട് ഔഷധങ്ങളുടെയും ആയുർവേദത്തിൻ്റെയൊക്കെ ഒരു നമ്മളൊരു വൈദ്യശാലയിലോട്ട് കയറിയ മണം. കാരണം അത്രയ്ക്ക് പച്ചമരുന്നും സസ്യങ്ങളും പ്ലാന്റ്സ് ഒക്കെ അവിടെ ഉണ്ട്. കേട്ടിട്ടില്ലാത്ത ഒരുപാട് ഔഷധ മരങ്ങളുടെയും ഇലകളുടെയൊക്കെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഗൈസ്, നമ്മളങ്ങനെ നടന്ന് തീരാറായെന്ന് തോന്നുന്നു. കാരണം വേറെ ഒന്നുമില്ല, നമ്മൾ ഈ ചെടികളൊക്കെ വിൽക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വിൽപ്പന കൗണ്ടർ അല്ലെ സെയിൽസ് കൗണ്ടർ. ഇവിടെ ചെടികൾക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. നമ്മൾ കുറേ നേരമായിട്ട് നടക്കുകയാണ്. ഏകദേശം 2 മണിക്കൂർ എന്തോ അല്ലേ? 2 മണിക്കൂർ എന്തരായി. നിങ്ങൾക്ക് അറിയാം, നമ്മൾ കയറിയപ്പം നല്ല വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഫുള്ള് ഇരുട്ടായിരിക്കുകയാണ്. ഏകദേശം 2.5 കിലോമീറ്റർ എന്തോ ആയി. നമ്മളിപ്പം വാച്ച് നോക്കിയപ്പോൾ അതിൽ കാണുന്നത് കഴിഞ്ഞ ആഴ്ച പോയ മറൈൻ ഡ്രൈവ് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇത് കണ്ടിട്ടും തീരുന്നില്ല. അത് നമ്മൾ ഏകദേശം എത്ര മിനിറ്റ് കൊണ്ട് കണ്ടു തീർന്നു? ഒരു അരമണിക്കൂർ കൊണ്ട് കണ്ടിരുന്നു. അരമണിക്കൂറും വേണ്ട സത്യം പറഞ്ഞാൽ. ഇപ്പൊ ഇവിടെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലം ഇട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരിടത്തോളം ഇരുന്നിട്ടില്ല അല്ലേ? ഇതുവരെ ഇരുന്നിട്ടില്ല. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, തീരുന്നില്ല. ആക്ച്വലി വീണ്ടും ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കണ്ടോണ്ടിരിക്കാനുണ്ട്. നമ്മളങ്ങനെ ഫൈനലി എക്സിറ്റിലോട്ട് എത്തിയിരിക്കുകയാണ്. ഈ എക്സിറ്റ് കണ്ടപ്പോൾ തന്നെ ഒരു ആശ്വാസം. വേറെ ഒന്നുമല്ല, നമുക്ക് ഇഷ്ടപ്പെടാത്തോണ്ടൊന്നുമല്ല. നമ്മളങ്ങനെ ഫൈനലി എക്സ്പോ ഒക്കെ കണ്ടിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. മുമ്പ് ശാന്തിഗിരി ഫെസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു, അതിനേക്കാളും ചെറുതാണ്. പക്ഷെ എങ്കിൽ കൂടിയും 5:30 കയറി നമ്മൾ ഇറങ്ങിയപ്പം 6:30 അല്ലല്ല 7 മണി ആവാറായി ഗൈസ്. അപ്പോൾ 7 മണി ആറായപ്പോഴാണ് തീർന്നത്. ഏകദേശം 1.5 മണിക്കൂർ നമ്മൾ ഒരിടത്ത് ഇരുന്നിട്ട് പോലും ഇല്ല. എന്നിട്ട് 1.5 മണിക്കൂർ എടുത്ത് കണ്ട് തീരാൻ വേണ്ടിയിട്ട്. സത്യം നടന്ന് ക്ഷീണിച്ച് നന്നായിട്ട്. നടന്ന് തളരും, കണ്ടുകൊണ്ട് മടുക്കും. ആ ഒരു അവസ്ഥയിലെത്തും. പറഞ്ഞാലും 100 രൂപ കൊടുത്തത് വെറുതെ ആവില്ല. 100 രൂപയ്ക്ക് മുതലാവും, കട്ടയ്ക്ക് മുതലാവും. പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ
വേറെ സെക്ഷൻസ് ഉണ്ട്, റോബോട്ടിക്കും ഗോസ്റ്റ് ഹൗസിൻ്റെ അതൊക്കെ നിങ്ങൾ എക്സ്ട്രാ ചാർജ് കൊടുക്കേണ്ടി വരും. 50 രൂപ 30 രൂപ അങ്ങനത്തെ പാസുകളാണ് അതിനകത്ത് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇനി ഇതുപോലത്തുള്ള വ്ളോഗ്സും വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.